നിങ്ങൾക്ക് വൃത്തി വേണ്ട. ഉത്പന്ന വിവേകഖ്യാതേഹ് ചിസ്സംക്രമാഭാവാത് കർത്തൃത്വാഭിമാന നിവൃത്തോ പ്രോന്മുക്ത പരിണാമായാം ബുദ്ധൗ ആത്മനഃ സ്ഥിതി സ്വരൂപേണ അവസ്ഥാനം. ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുക. അതാണ് തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ചിത്തം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ സൂത്രം യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. അപ്പം ചിത്തം എന്താണെന്നാണ് ഈ തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം എന്നുള്ള മൂന്നാമത്തെ സൂത്രം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ ഇവിടെ പറഞ്ഞു യോഗ ചിത്ത വൃത്തി നിരോധം. അപ്പം ചിത്തം പറഞ്ഞു, പിന്നെ എന്താ ഉള്ളത്? വൃത്തിയാണ്. അപ്പം വൃത്തി എന്താണെന്ന് പറയുകയാണ്. അപ്പം ഈ സ്വരൂപത്തിൽ അവസ്ഥാനം എന്ന് പറഞ്ഞു. അപ്പം അല്ലാത്ത സമയത്ത് എന്താണ് പുരുഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നു. അതാണ് നാലാമത്തെ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. വൃത്തി സാരൂപ്യം ഇതരത്ര മറ്റ് സമയത്ത് വൃത്തിയുമായിട്ട് ഇപ്പം സത്വ രജസ് തമസ് ഇങ്ങനെ ഏത് നമ്മുടെ ചിലപ്പോൾ സുഖദുഃഖ മോഹാത്മകം അതൊക്കെ ആയിരിക്കും. ആ മനസ്സിൻ്റെ വ്യാപാരം അനുസരിച്ചായിരിക്കും പുരുഷൻ്റെ പ്രവൃത്തി എന്നതാണ് വൃത്തി സാരൂപ്യം. വൃത്തിയുമായിട്ട് സാരൂപ്യം വരും പുരുഷന് എന്നർത്ഥം. താതാത്മ്യം വന്നിട്ട് ആ രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം എന്നുള്ളത് കൊണ്ട് ആത്മാവിൽ തന്നെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിരിക്കുന്നതാണ്. അതാണ് ചിത്തമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചിത്തവൃത്തി നിരോധം. വൃത്തി എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. വൃത്തേഹ പഞ്ചതയ്യ ക്ലിഷ്ടാഹ അക്ലിഷ്ടാഹ. വൃത്തികൾ 5 വിധത്തിലാണ്. അതിനി പറയാൻ പോകുന്നുണ്ട്. വൃത്തേഹ പഞ്ചതയ്യ ക്ലിഷ്ടാഹ അക്ലിഷ്ടാഹ. നമുക്ക് ക്ലേശത്തെ ഉണ്ടാക്കുന്നത് അതാണ് ക്ലിഷ്ടം എന്ന് പറഞ്ഞേക്കുന്നത്. ക്ലേശത്തെ ഉണ്ടാക്കാത്തത് അക്ലിഷ്ടം. അപ്പം വൃത്തേഹ പഞ്ചതയ്യ. തയ്യ എന്ന് പറയുന്ന ഒരു സംഖ്യയെ കാണിക്കുന്നത് കൊണ്ട് അവിടെ തയ്യപ്പെന്ന് പറയുന്നൊരു പ്രത്യേകം ചേർത്തേക്കുന്നതേ ഉള്ളൂ. വൃത്തികൾ 5 വിധമാണ്. അത് ക്ലിഷ്ടം, ക്ലേശത്തെ ഉണ്ടാക്കുന്നതും ക്ലേശത്തെ ഉണ്ടാക്കാത്തത് എന്നിങ്ങനെ വൃത്തികൾ ഇനി പറയാൻ പോകുന്നുണ്ട്. ഏതൊക്കെയാണ് വൃത്തികളെന്ന്. അപ്പോൾ ഏതൊക്കെയാണ് വൃത്തികളെന്ന് അടുത്തത് പറയുന്നു. പ്രമാണ വിപര്യ വികൽപ്പ നിദ്ര സ്മൃതേഹ. നിങ്ങളുടെ സിലബസിലുള്ളതാണ് ഇതൊക്കെ. പ്രമാണ വിപര്യ വികൽപ്പ നിദ്ര സ്മൃതേഹ. അപ്പോൾ പ്രമാണം 5 രീതിയിലാണെന്ന് പറഞ്ഞു വൃത്തികൾ. പ്രമാണം, ഒന്നാമത്തെ പ്രമാണം, രണ്ടാമത്തെ വിപര്യം, വികൽപ്പം, നിദ്ര, സ്മൃതി. അപ്പോൾ ഇത് ഓരോന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. പ്രമാണം എന്നുള്ളതിന് പ്രമ എന്ന് പറഞ്ഞാൽ എന്താ? അവിസംവാദി ജ്ഞാനം പ്രമ എന്നാണ് പറയുന്നത്. സംശയമൊന്നുമില്ല, സഫല പ്രവൃത്തിജനകത്വം ആണ് അവിസംവാദിത്വം എന്ന് വെച്ചാൽ. നമുക്കൊരു കാര്യം നമ്മളത് കാര്യത്തെ കണ്ടിട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ അത് ആ വസ്തു തന്നെയാണ്, അതൊന്നും നമുക്കത് എടുത്തോണ്ട് പ്രയോജനമുണ്ട് എന്ന് പറയുന്നത്. അതാണ് സഫല പ്രവൃത്തി ജനകത്വം. അതാണ് പ്രമ എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് യഥാർത്ഥ ജ്ഞാനം, അതാണ് പ്രമ. ഇവിടെ ഇവർ മാത്രമാണ് ഇങ്ങനെ അവിസംവാദി ജ്ഞാനം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ യഥാർത്ഥ ജ്ഞാനം, പ്രമയുടെ കരണമാണ് പ്രമാണം. യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ അസാധാരണമായ കാരണമാണ് പ്രമാണം. അപ്പം എന്താ ഇവിടെ 3 പ്രമാണങ്ങളെയാണ് ഈ യോഗികൾ അംഗീകരിക്കുന്നത്. 3 പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? പ്രത്യക്ഷം, അനുമാനം, അതുപോലെ ശബ്ദം. അല്ലെങ്കിൽ ഇവിടെ വേറെ ഒരു പദം, ശബ്ദം എന്നുള്ളതിന് ആഗമം. ആഗമം എന്നുള്ള പദമാണ്. പ്രത്യക്ഷ, അനുമാന, ആഗമാഹ എന്നിങ്ങനെ 3 രീതിയിലാണ് പ്രമാണങ്ങൾ. പ്രത്യക്ഷം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ അന്ധകരണം വെളിയിൽ പോയിട്ട് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഇന്ദ്രിയദ്വാരേണ ബാഹ്യവസ്തൂപരാഗാത് ചിത്തസ്യ തദ്വിഷയ സാമാന്യ വിശേഷാത്മനോ അർത്ഥസ്യ. നമുക്ക് പോട്ടെ. അപ്പം നമ്മുടെ മനസ്സ് വിഷയദേശത്തിൽ ചെന്നിട്ട് ആ വിഷയത്തെ വിഷയാകാരേണ പരിണമിക്കുന്നത്. അതാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ വൃത്തി കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാനമാണ് ഇവിടെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് നമ്മൾ കാണുന്ന അതാണ് പ്രത്യക്ഷം. അപ്പം ഇന്ദ്രിയദ്വാരേണ നമ്മുടെ നേരിട്ട് കാണണമെങ്കിൽ ഇന്ദ്രിയം വേണമല്ലോ. ചക്ഷുരിന്ദ്രിയം പുറത്ത് പോയിട്ട് വസ്തുക്കളെ സാക്ഷാത്കരിക്കുക, അതാണ് പ്രത്യക്ഷം. ഇനി അനുമാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹേതുവിനെ കൊണ്ട് സാധ്യത്തെ പറയുക. അപ്പം ധൂമത്തെ കണ്ടിട്ട്, ധൂമം എന്ന് വെച്ചാൽ പുകയെ കണ്ടിട്ട് നമ്മൾ വന്യെ
അനുമിക്കുക. അതാണ് അനുമാനം എന്ന് പറയുക. എത്ര എത്ര ധൂമഹ തത്ര തത്ര വന്യഹി എന്നൊരു സാഹചര്യ നിയമമുണ്ട്. എവിടെയൊക്കെ ധൂമമുണ്ടോ അവിടെയെല്ലാം വന്യവും ഉണ്ട്. അപ്പം നമ്മൾ അത് നമ്മൾ വീട്ടിൽ കണ്ടിട്ട് ഒരു ദൂരെ പോകുന്ന ഒരാൾ പർവ്വതത്തിൽ ധൂമത്തെ കാണുമ്പോൾ അയാൾ വിചാരിക്കും അയം പർവ്വത വന്യമാൻ, ഈ പർവ്വതം വന്യയോട് കൂടിയവനാണ് എന്നൊരു ബോധം അയാൾക്കുണ്ടാകും. അപ്പോൾ അതാണ് അനുമാനം എന്ന് പറയുന്നത്. അതായത് ലിംഗത്തിൽ നിന്നും ഹേതുവിൽ നിന്നും സാധ്യത്തെ മനസ്സിലാക്കുക. ഹേതു എന്ന് പറയുന്നത് ഇവിടെ ധൂമമാണ്. ആ ധൂമത്തിൽ നിന്നും സാധ്യമായ വന്യയെ സാക്ഷാത്കരിക്കുക. അതാണ് അനുമാന പ്രമാണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷമായി അനുമാനമായി. ഇനി ആഗമം എന്ന് പറയുന്നത് ആഗമ അത് ആപ്തവചനം. അപ്പോൾ ചില ആപ്തന്മാരെന്ന് പറഞ്ഞാൽ യഥാർത്ഥ വക്താക്കൾ എന്നാണ് പറയുന്നത്. സത്യം മാത്രം പറയുന്നവർ, അവരുടെ വാക്കുകളെ നമ്മൾ പ്രമാണമായിട്ട് അംഗീകരിക്കുക. അതാണ് ആപ്തവചനം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷം, അനുമാനം, ശബ്ദം, ഇങ്ങനെ ശബ്ദം അതിന് ആഗമം എന്നും പറയും. ശബ്ദം അല്ലെങ്കിൽ ശബ്ദപ്രമാണം അല്ലെങ്കിൽ ആഗമം. അപ്പോൾ പ്രത്യക്ഷം, അനുമാനം, ആഗമം എന്നിങ്ങനെ 3 വിധത്തിലാണ് പ്രമാണങ്ങൾ. അപ്പം നമ്മൾ യോഗ, ചിത്ത, വൃത്തി. അപ്പോൾ വൃത്തിയിൽ വൃത്തി 5 വിധമാണെന്ന് പറഞ്ഞു. പ്രമാണ, വിപര്യ, വികൽപ്പ, നിദ്ര, സ്മൃതികൾ. അപ്പം നമ്മൾ പ്രമാണം എന്താണെന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് വിപര്യമാണ്. വിപര്യ മിഥ്യാജ്ഞാനം അതദ്രൂപപ്രതിഷ്ഠം. വായിക്കാൻ മിഥ്യാജ്ഞാനം അതദ്രൂപപ്രതിഷ്ഠം. അതാണ് മിഥ്യാജ്ഞാനം. അതായത് ഇപ്പോൾ നമ്മൾ വഴിയിൽ ശുക്തിക എന്ന് പറയുന്ന മുത്തുച്ചിപ്പിയാണ്. അപ്പോൾ അതവിടെ കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് രജതമാണ്, വെള്ളിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ ചെല്ലുന്നു. അതാണ് മിഥ്യാജ്ഞാനം. ഇപ്പോൾ ചെല്ലുമ്പോഴതെന്താണ്? ശുക്തിക തന്നെയാണ്, മുത്തുച്ചിപ്പിയാണ്, അത് വിലയില്ലാത്ത സാധനമാണ്. പക്ഷേ രജതമാണെന്ന് പറഞ്ഞാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ വിപര്യേഹ മിഥ്യാജ്ഞാനം അതദ്രൂപപ്രതിഷ്ഠ. തദ്രൂപത്തിലല്ല, അതായത് അതിൻ്റെ പാരമാർത്ഥിക രൂപത്തിലല്ല അതവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥം. മറ്റൊരു രൂപത്തിൽ. ഇപ്പോൾ ശുക്തിക എന്ന് പറയുന്നതാണ് അതിൻ്റെ പരമാർത്ഥത്തിലുള്ള രൂപം. നമ്മളത് രചിതമാണെന്നും പറഞ്ഞിട്ടാണ് അത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് വിപര്യേഹ മിഥ്യാജ്ഞാനം, തെറ്റായ ജ്ഞാനം. അത് അതദ്രൂപപ്രതിഷ്ഠ, തദ്രൂപത്തിലല്ല അത് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ല അത് സ്ഥിതി ചെയ്യുന്നത്. അതാണ് വിപര്യമെന്ന് പറയുന്നത്. തഥാഭൂതേ അർത്ഥേ തഥാ ഉത്പദ്യമാനം ജ്ഞാനം വിപര്യേഹ എന്നാണ്. നിങ്ങൾക്ക് വൃത്തി പഠിക്കേണ്ടായിരിക്കും. അതഥാഭൂതേ, അതല്ലാത്തതായ ഒരു വസ്തുവിൽ അതാണെന്ന് പറഞ്ഞിട്ട് പോയി. തഥാ ഉത്പദ്യമാനം, അങ്ങനെ ആണെന്ന് കരുതിയിട്ട് പോയി അതെടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിപര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാരമാർത്ഥികതയുള്ള അത് ഇവിടെ പറയുന്നുണ്ട്. തസ്യ അർത്ഥസ്യ യത് രൂപം തസ്മിൻ രൂപേ ന തിഷ്ഠതി തസ്യ അർത്ഥസ്യ യത് പാരമാർത്ഥികൻ രൂപം ന തദ്ഭാസയതി. അതിൻ്റെ പാരമാർത്ഥികത്തിലുള്ളതായ രൂപത്തിലല്ല നമ്മളത് ഭാസിക്കുന്നത്, പ്രകാശിക്കുന്നത് എന്നർത്ഥം. അതാണ് വിപര്യം. വിപര്യം എന്ന് വെച്ചാൽ വിദ്യാജ്ഞാനം എന്നാണ് അർത്ഥം. ഇനി അപ്പോൾ പ്രമാണമായി, വിപര്യമായി. ഇനി വികല്പം, മൂന്നാമത്തെ വികല്പം എന്താണെന്ന് പറയുന്നു. ശബ്ദജ്ഞാന അനുപാതി വസ്തുശൂന്യ വികൽപ്പ എന്ന്. ശബ്ദജ്ഞാനാനുപാതി, ഇപ്പം ശബ്ദജ്ഞാനത്തെ പിന്തുടർന്ന് കൊണ്ട് വരുന്ന, യഥാർത്ഥത്തിൽ പക്ഷെ ഇല്ല, ശബ്ദജ്ഞാനത്തെ പിന്തുടർന്ന് കൊണ്ടുവരുന്ന ഒരു ബോധം യഥാർത്ഥത്തിൽ അതില്ലാത്തതാണ്. അപ്പം നമ്മളിപ്പം ദേവദത്തസ്യ കമ്പളം, ഞാൻ അത് പറഞ്ഞിരിക്കുന്ന ഉദാഹരണമാണ്. ദേവദത്തൻ്റെ പുതപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ദേവദത്തൻ എന്ന് പറയുന്നത് വിശേഷണമാണ്, പുതപ്പ് വിശേഷമാണ്. അവിടെ ഒരു ഭേദമുണ്ട്. പക്ഷേ നമ്മുടെ ഉദാഹരണം എന്താണ്? പുരുഷസ്യ ചൈതന്യം സ്വരൂപം. അതാണ് ഈ യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം. പുരുഷസ്യ ചൈതന്യം സ്വരൂപം എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ്? ചൈതന്യം തന്നെയാണ് പുരുഷൻ. അപ്പോൾ പിന്നെ പുരുഷസ്യ ചൈതന്യം സ്വരൂപം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദജ്ഞാനത്തെ പിന്തുടർന്നു കൊണ്ടുവരുന്ന ആ ഒരു ജ്ഞാനമാണ് ഈ വികല്പമെന്ന് പറയും. ശബ്ദജ്ഞാന അനുപാതി, പക്ഷെ എന്തില്ല? വസ്തുശൂന്യ, വസ്തുവില്ല. വസ്തുശൂന്യ വികൽപ്പ.
മറ്റേടത്ത് വിശേഷ ഭാവങ്ങളുണ്ട്. ഇവിടെ പക്ഷേ എന്താണ്, വസ്തു ചൈതന്യമേവ പുരുഷ, ചൈതന്യം തന്നെയാണ് പുരുഷൻ. പിന്നെ നമ്മൾ പുരുഷസ്യ ചൈതന്യം സ്വരൂപം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പം എന്തുകൊണ്ടാണ്, അപ്പം ശബ്ദജ്ഞാനത്തെ പിന്തുടർന്നു കൊണ്ടുവരുന്നുള്ളതായ ഒരു അത് ഇല്ലാത്ത വസ്തു യഥാർത്ഥത്തിലില്ല, അതിനെക്കുറിച്ചുള്ളതായ ജ്ഞാനമാണ് വിപര്യമെന്ന് പറയുന്നത്. അപ്പോൾ പ്രമാണമായി, വിപര്യമായി, വികല്പമായി. ഇനി അടുത്തത് പ്രമാണ വിപര്യ വികല്പ നിദ്ര. അഭാവ പ്രത്യാലംബനാ വൃത്തി നിദ്ര. നിങ്ങളുടെ പുസ്തകത്തിലുള്ളതായിരിക്കും. അഭാവ പ്രത്യാലംബന വൃത്തി നിദ്ര എന്നാണ് നിദ്രയ്ക്ക് പറഞ്ഞത്. അതായത് വസ്തു ഇല്ല എന്ന അറിവിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അഭാവത്തെ, ഭാവം ഇല്ല എന്നുള്ള പ്രത്യയം എന്ന് വെച്ചാൽ ജ്ഞാനം, ഇല്ല എന്നുള്ള പ്രത്യയത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതായത് തമസ്, അപ്പോൾ നമുക്കൊരു അന്ധകാരത്തിൽ നമുക്കൊരു വിഷയ അവബോധം ഉണ്ടാകത്തില്ല. അതാണ് നിദ്ര എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പിന്നെ അത് വൃത്തിയാണോ നമ്മൾ എങ്ങനെ പറയും? പക്ഷെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയും, ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങി, സുഖമഹമസ്വാസം ന കിഞ്ചിത് അവേദിഷം, ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ വൃത്തി ഉണ്ടായിരുന്നു. അപ്പം അതാണ് നിദ്ര എന്ന് പറയാം. അഭാവ പ്രത്യാലംബന, ഇല്ല എന്ന അറിവിനെ ആശ്രയിച്ച് നിൽക്കുന്ന, അതായത് ഒന്നിൻ്റെയും ഒരു വസ്തുവിൻ്റെയും അവബോധം നമുക്ക് തമസില്ല, അന്ധകാരത്തിൽ അല്ലെങ്കിൽ നിദ്രയിലില്ല. പക്ഷേ നമുക്ക് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇന്നലെ ഉറങ്ങി എന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അന്ധകരണ വൃത്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള, ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങി എന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ഒരാൾ പറയുമ്പോൾ തന്നെ അവിടെ അന്ധകരണ വൃത്തി ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഇല്ല. അപ്പോൾ അഭാവപ്രത്യയത്തെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്നതായ ഒരു അന്ധകരണ വൃത്തിയാണ് എന്തെന്ന് നിദ്ര എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയായി? പ്രമാണ, വിപര്യ, വികല്പ, നിദ്ര. ഇനി സ്മൃതി. അനുഭൂത വിഷയ അസംപ്രമോഷ. സ്മൃതി. അനുഭൂതം, നമ്മൾ ചുരുക്കത്തിൽ എളുപ്പം പറയുകയാണെങ്കിൽ സംസ്കാരജന്യമായ ജ്ഞാനം, സ്മൃതി. അതാണ് നമ്മുടെ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇപ്പം നമ്മൾ ഇന്നലെ ഇവിടെ വന്നു, നമ്മുടെ കാല് തട്ടി എന്ന് പറഞ്ഞു, എന്നിട്ട് ഇന്ന് നമ്മൾ വരുമ്പോൾ, നമുക്ക് ഈ സ്ഥലത്ത് വരുമ്പോൾ ഇന്നലെ എൻ്റെ കാല് തട്ടിയ സ്ഥലമാണല്ലോ ഇത് എന്നൊരു ബോധം നമുക്കുണ്ടാവുമല്ലോ. അതിനെയാണ് സ്മൃതി എന്ന് പറയുന്നത്. ഇവിടെ അനുഭൂത വിഷയ അസംപ്രമോഷ, അതായത് അനുഭൂതമായ, അനുഭവിച്ചറിഞ്ഞ വിഷയത്തിൻ്റെ അസംപ്രമോഷം എന്ന് പറയുന്നതിനോട് അർത്ഥം പറഞ്ഞേക്കുന്നത് സംസ്കാരദ്വാരേണ ബുദ്ധ ഉപാരോഹ. നമ്മുടെ സംസ്കാരം വഴി നമ്മുടെ ബുദ്ധിയിൽ അതങ്ങനെ ഉറച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് നാളെ നമ്മൾ വരുമ്പം എൻ്റെ കാല് തട്ടിയതാണ് ഈ സ്ഥലത്തെന്ന് നമ്മൾ ഓർക്കുന്നത്. അതാണ് സംസ്കാരജന്യമായ ജ്ഞാനമാണ് സ്മൃതി എന്ന് പറഞ്ഞത്. അപ്പം അനുഭൂത വിഷയ അസംപ്രമോഷ സ്മൃതി. അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു? പ്രമാണ, വിപര്യ, വികല്പ, നിദ്ര, സ്മൃതി. ഇങ്ങനെ അനുഭൂത വിഷയ അസംപ്രമോഷ. സംപ്രമോഷം എന്ന് വെച്ചാൽ എന്താ? സംസ്കാരദ്വാരേണ ബുദ്ധവും സമാരോഹ എന്നാണ് അർത്ഥം പറഞ്ഞത്. അപ്പോൾ സംസ്കാരം, അത് നമ്മുടെ ബുദ്ധിയിൽ ആ സംസ്കാരം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് നാളെ ആ പ്രതീതി ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ അഭാവം, അനുഭവിച്ചറിഞ്ഞ വിഷയത്തിൻ്റെ ഓർമ്മ, അതാണ് അനുഭവിച്ചറിഞ്ഞ വിഷയത്തിൻ്റെ ഓർമ്മയാണ് ഇതെന്ന് പറയുന്നത് സ്മൃതി എന്ന് പറയുന്നത്. അപ്പം അനുഭൂത വിഷയ അസംപ്രമോഷ സ്മൃതി. അപ്പം യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞു. ചിത്തം എന്താണെന്ന് പറഞ്ഞു? തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. പിന്നെ വൃത്തികൾ എന്താണെന്ന് പറഞ്ഞു? വൃത്തികൾ 5 വിധമാണ്. പ്രമാണ, വിപര്യ, വികല്പ, നിദ്ര, സ്മൃതികൾ. ഇനി ആകെ ശേഷിക്കുന്ന എന്താണ്? യോഗ ചിത്ത വൃത്തി നിരോധം. ആ പദമാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. എങ്ങനെയാണ് നിരോധം എന്ന് പറയുന്നു? അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്നു. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അഭ്യാസം എന്താണ്? അഭ്യാസം എന്ന് പറയുന്നത് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തോ ചഞ്ചലം ഹി മനഃകൃഷ്ണ
പ്രമാധിബലവദ്ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അപ്പോൾ ഭഗവാൻ പറയുന്ന ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ചഞ്ചലമാണ് എൻ്റെ മനസ്സ്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദ്ദൃഢം. അതെന്നെ ഇങ്ങനെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് പിടിച്ച് മറിച്ചു കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? മനഃകൃഷ്ണ പ്രമാധി തസ്യാഹം നിഗ്രഹം മന്യേ. അതിനെ നിഗ്രഹിക്കുക, നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് വായോരിവ സുദുഷ്കരം. നമ്മൾ വായുവിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ, അതുപോലെയാണ് നമ്മുടെ മനസ്സ്. അതിങ്ങനെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരിക്കും നമുക്ക് പിടിതരാതെ. അപ്പോൾ ആ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തണം. അപ്പോൾ ഭഗവാൻ പറയുന്ന മറുപടിയാണ് അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിനക്ക് നിൻ്റെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ സാധിക്കും. അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യ അസംയതാത്മനായോഗോ യോഗോ ഭവതി ദുഃഖ. അതായത് നമ്മുടെ മനസ്സിനെ സംയമനം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യോഗം എന്ന് പറയുന്നത് ദുഃഖമായിരിക്കും. അയാൾക്ക് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. അസംയതാത്മനായോഗോ ദുഷ്പ്രാപയിതി മേ മതി പശ്യാത്മനാതു യതത ശക്യോ അവാപ്തും ഉപായത. മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് എന്താ ചെയ്യാൻ പറ്റും? യോഗത്തെ പ്രാപിക്കാൻ പറ്റും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം എന്ത് വേണം? അഭ്യാസവും വേണം, വൈരാഗ്യവും വേണം. അഭ്യാസം എന്ന് വെച്ചാൽ എന്താന്ന് പറയുന്നു? ഒരു പുനഃ അഭ്യാസ എന്നാണ്. വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് ഏകാഗ്രപ്പെടുത്താൻ തുടങ്ങുമ്പോൾ തന്നെ അത് അവിടെ നിന്നും മനസ്സിൽ നിന്ന് മാറും. അപ്പോൾ വീണ്ടും അതിനെ യഥോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തോ നിയമേത്. നേരത്തെ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയ എത്ര ചെയ്വ് ആത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി എന്നാണ്. എത്ര ഉപരമതേ ചിത്തം. അപ്പം നമ്മുടെ യോഗസേവ കൊണ്ട് ഈ നിരോധിക്കപ്പെട്ടതായ ചിത്തം അത് വീണ്ടും വീണ്ടും അങ്ങനെ പോകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് നിരുദ്ധ യോഗസേവ്യ അത്ര ചെയ്വ് ആത്മാനം പശ്യതി. എന്നിട്ട് എൻ്റെ മനസ്സുകൊണ്ട് ആത്മാവിനെ ദർശിക്കുകയും ആ അന്തരാത്മാവിൽ സന്തുഷ്ടനാവുകയും ചെയ്യുന്നു എന്നാണ്. എത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയ. നമ്മൾ നിരന്തര യോഗാഭ്യാസത്തിലൂടെ നിരോധിക്കപ്പെട്ടതായ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? നിരുദ്ധ യോഗസേവയ തത്ര ചെയ്വ് ആത്മാനം പശ്യൻ. എൻ്റെ മനസ്സുകൊണ്ട് ആത്മാവിനെ ദർശിച്ചിട്ട് പശ്യൻ ആത്മനി തുഷ്യതി ആത്മാവിൽ സന്തോഷിക്കുകയും തുഷ്ടിയടയുകയും ചെയ്യുന്നു എന്ന്. ഇതൊക്കെ 6-ാം അധ്യായത്തിലാണ് കൂടുതലും ഈ അതിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്? ആത്മസംയമ യോഗമെന്നാണ്, അല്ലെങ്കിൽ ധ്യാന യോഗമെന്നാണ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിൽ. ഇപ്പോൾ ഈ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. എങ്ങനെ ഒരു യോഗി എങ്ങനെ ഇരിക്കണം, അതൊക്കെ അടുത്തതിലാണ്, സാധനപാദത്തിലാണെന്നൊക്കെ പറയുന്നത്. ഗീതയിൽ പറയുന്നുണ്ട് സ്ഥിരസുഖമാസനം. ഗീതയിൽ പറയുന്നുണ്ട് ശുചൗദേശേ പ്രതിഷ്ഠാഭ്യ സ്ഥിരമാസനമാത്മനഃ ന അത്യുച്ഛ്രിതം നാതിനീചം ശൈലാജന കുശോത്തരം തത്രൈകാഗ്രം മനഃകൃത്വ യഥചിത്തേന്ദ്രിയക്രിയ ഉപവിശ്യാസനേ യുഞ്ജാത് യോഗമാത്മവിശുദ്ധയേ എന്നാണ്. സമം കായശിരോഗ്രി. എങ്ങനെ ഒരാൾ ഇരിക്കണം, ഏത് രീതിയിലുള്ളതായ ആസനമായിരിക്കണം എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധനപാദത്തിലാണ് അത് വരുന്നത്. സ്ഥിരസുഖമാ യമ നിയമ ആസന പ്രാണായാമാദികളുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും 6-ാം അധ്യായം കൂടെ പഠിക്കണം എന്നുകൂടി ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പം ഇവിടെ ചിത്തവൃത്തി നിരോധമാണ്. അപ്പം നിരോധം എന്നുള്ളതിന് നമ്മൾ പറഞ്ഞതാണ് അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ചിത്തവൃത്തിയെ നിരോധിക്കുക. അപ്പോൾ അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്തത് പറഞ്ഞത്. തത്ര സ്ഥിതൗ യത്ന അഭ്യാസ. അപ്പോൾ ചിത്തത്തെ നമ്മളിങ്ങനെ സ്ഥിരമാക്കി നിർത്താൻ, ഒരു ഏകാഗ്രമാക്കി നിർത്താൻ ചെയ്യുന്നതായ ആ യത്നമാണ് അഭ്യാസം. അത് വീണ്ടും വീണ്ടും ചെയ്യുക. തത്ര സ്ഥിതൗ യത്ന അഭ്യാസ. തത്ര സ്ഥിതൗ യത്ന അഭ്യാസ വൃത്തിരഹിതസ്യ ചിത്തസ്യ
സ്വരൂപനിഷ്ഠ പരിണാമ സ്ഥിതി. വൃത്തികളൊന്നുമില്ലാത്തതായ ചിത്തം അതിൻ്റെ ആ സ്വരൂപത്തിൽ നിൽക്കുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് സ്ഥിതി എന്ന് പറയുന്നത്. ആ സ്ഥിതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ്, അതാണ് അഭ്യാസം എന്ന് പറഞ്ഞത്. അത്ര സ്ഥിതവും യത്ന അഭ്യാസ. ഇനി അഭ്യാസം വൈരാഗ്യാഭ്യാം തന്നിരോധ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അഭ്യാസം എന്താണെന്ന് പറഞ്ഞു. ഈ വൈരാഗ്യം എന്താണെന്ന് പറയുകയാണ്. അല്ല, അഭ്യാസം തന്നെ എങ്ങനെയാണെന്നിവിടെ പറയുന്നുണ്ട് ഒരു സൂത്രത്തിൽ. സതു ദീർഘകാല ആദര നൈരന്തര്യ സത്കാരാസേവിത ദൃഢഭൂമി. സതു ബഹുകാല ദീർഘകാല ആദര നൈരന്തര്യ സത്കാരാസേവിത ദൃഢഭൂമി എന്നാണ്. നിരന്തരം, അതാണ് ദീർഘകാലം ആദരപൂർവം നിരന്തരം അതെന്ത് ചെയ്യുന്നു, അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മുടെ ആ ചിത്തം എന്ത് ചെയ്യുന്നത്, ദൃഢമായി വരുന്നത്. ദൃഢഭൂമി എന്ന് ദീർഘകാല ആദര നൈരന്തര്യ സത്കാര ആസേവിത അനുഷ്ഠിക്കുമ്പോഴാണ് ഈ നമ്മുടെ ചിത്തം ദൃഢമായി തീരുന്നത്. അപ്പോൾ അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്ന് പറഞ്ഞു. അഭ്യാസം എന്താണെന്ന് പറഞ്ഞു. ഇനി വൈരാഗ്യം എന്താണെന്നാണ് അടുത്ത 15ാമത്തെ സൂത്രത്തിൽ പറയുന്നത്. ദൃഷ്ട ആനുശ്രവിക വിഷയ വിതൃഷ്ണസ്യ വശീകാര സംജ്ഞാ വൈരാഗ്യം. ദൃഷ്ട ആനുശ്രവിക വിഷയ വിതൃഷ്ണസ്യ വശീകാര സംജ്ഞാ വൈരാഗ്യം. ദൃഷ്ടം എന്ന് വെച്ചാൽ ഇവിടെ കാണപ്പെടുന്ന, ഇവിടെയുള്ളതായ, ഈ ലോകത്തിലുള്ളതായ ശബ്ദാദികൾ നമുക്ക് പ്രത്യക്ഷവേദ്യമായിട്ടുള്ളത്, അതാണ് ദൃഷ്ടം. ദൃഷ്ട ആനുശ്രവികം എന്ന് വെച്ചാൽ വേദത്തിലൊക്കെ പറഞ്ഞു വൈദിക്യം എന്നുള്ളതാണ്. ദേവലോകാത് ആനുശ്രവിക ഗുരുമുഖാദിത്യ അനുശ്രവോ വേദ. വേദത്തിൽ പറഞ്ഞേക്കുന്നതിന് കഥ ആകത, വേദത്തിൽ നിന്ന് വന്നിട്ടുള്ള വേണമെങ്കിൽ നമുക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ഉള്ളതായ, നിങ്ങൾ നേരത്തെ പഠിച്ചതായിരിക്കും, ഇഹ അമുത്രാർത്ഥ ഫലഭോഗ വിരാഗ. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ളതായ വസ്തുക്കളിൽ ആസക്തി ഇല്ലാതിരിക്കുക, അതാണ് വൈരാഗ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൃഷ്ട ആനുശ്രവിക വിഷയ വിതൃഷ്ണസ്യ, ആ വിഷയങ്ങളിൽ, അതായത് ഈ ലോകത്തിലും പരലോകത്തിലുമുള്ളതായ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതിരിക്കുന്നതാണ് വൈരാഗ്യമെന്ന്. വശീകാര സംജ്ഞ ഇല്ലാത്ത, അതിനെ വശീകരിക്കുന്നതായ ആ സമ്പ്രദായത്തെയാണ് എന്തെന്ന് പറയുന്നത്, തൃഷ്ണ ഇല്ലാതാക്കുക. എവിടെ? ഈ ലോകത്തിലും പരലോകത്തിലുമുള്ളതായ വിഷയങ്ങൾ, അതിനെയാണ് വൈരാഗ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈരാഗ്യം തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും 2 രീതിയിലുണ്ടെന്ന് പറയുന്നു. അപരവൈരാഗ്യമെന്നും പരവൈരാഗ്യം. ഈ പറഞ്ഞത് അപരവൈരാഗ്യമാണ്. പരമായിട്ടുള്ള വൈരാഗ്യം എന്ന് പറയുന്നത് എപ്പോഴാണ്? അതാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത്. തത് പര പുരുഷഖ്യാതേഹ ഗുണവൈതൃഷ്ണ്യം. തത് പര പുരുഷഖ്യാതേ, അതായത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ളതായ വിവേക വിജ്ഞാനത്തിലൂടെ ആണ് എന്ത് കിട്ടുന്നത്, ആ വിരക്തി നമുക്കുണ്ടാകുന്നത്. അപ്പോൾ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ളതായ വിവേക വിജ്ഞാനം എന്ന് പറയുമ്പോൾ, അപ്പം പുരുഷൻ പ്രകൃതിയിൽ നിന്നും മാറിപ്പോവുകയും മയാ ദൃഷ്ട, എന്താ പുരുഷൻ്റെ കൈവല്യാർത്ഥം പ്രധാനസ്യ എന്തോന്ന ദർശനാർത്ഥം, പ്രധാനത്തിൻ്റെ ദർശനത്തിന് വേണ്ടിയും പുരുഷൻ്റെ കൈവല്യത്തിന് വേണ്ടിയുമാണ് ഈ പ്രകൃതി പുരുഷ പ്രവർത്തനം എന്നൊക്കെയാണ് സാങ്കേത്തിൽ പറയുന്നത്. അതേ ആശയങ്ങൾ തന്നെയാണ് ഈ യോഗികളും പറയുന്നത്. ഇവിടെ തത് പര പുരുഷഖ്യാതേഹി ഗുണവൈദൃശ്യം. മറ്റേ നമ്മൾ നേരത്തെ സൂത്രത്തിൽ പറഞ്ഞത് വിഷയവൈദൃശ്യമാണ്. ഇവിടെ ഗുണവൈദൃശ്യമാണ് പറഞ്ഞേക്കുന്നത്. അതായത് പ്രകൃതി ഗുണങ്ങളിൽ നിന്നുള്ളതായ വിരക്തി, അതാണ് തത് പരം പുരുഷഖ്യാതേഹി ഗുണവൈദൃശ്യം എന്ന് പറഞ്ഞേക്കുന്നത്.